നമസ്കാരം. വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട വിവിധ ഫണ്ടുകളുടെ അലോക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കറിയാം, 2024 ജൂലൈ 30 ഒരു കറുത്ത രാത്രി 300-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഭവനരഹിതരാകുകയും ചെയ്ത ഒരു വലിയൊരു ദുരന്തം. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ വെള്ളരിമലയുടെ വെള്ളലിപ്പാറ എന്ന ഭാഗത്തു നിന്ന് ഉത്ഭവിച്ച് അങ്ങ് ചാലിയാറിൽ എത്തിയ ഒരു ഉരുൾപൊട്ടൽ. അത് ഒഴുകിപ്പോകുന്ന വഴിയിൽ ഒരുപാട് കുടുംബങ്ങളുടെ സ്വപ്നങ്ങളെ തച്ച് തകർത്തുകൊണ്ടാണ് അത് മുന്നോട്ട് പോയത്. 21ഓളം വ്യക്തികൾ തീർത്തും മറ്റ് ബന്ധുക്കൾ ആരുമില്ലാതെ തീർത്തും അനാഥരായി. നിരവധി കുടുംബങ്ങൾ ഒരു അവകാശി പോലും ഇല്ലാതെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. കേരളം, നമ്മുടെ ഭാരതം ഒക്കെ നടുങ്ങിയ വലിയൊരു ദുരന്തം. ആ ദുരന്തത്തിന്റെ ആദ്യ ദിനങ്ങളിൽ കേരള സർക്കാരുകൾ സംയുക്തമായി വിവിധ സന്നദ്ധ സംഘടനകൾ, വിവിധ വ്യക്തികൾ, അങ്ങനെ മനുഷ്യരെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി ആ നാടിനെ ചേർത്ത് പിടിച്ചു. രക്ഷാപ്രവർത്തനത്തിന് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം താൽക്കാലിക പുനരധിവാസം വളരെ ഭംഗിയായി, ഇത്രയും സങ്കീർണമായ ഒരു പ്രക്രിയ വലിയ ഒരു തോതിലുള്ള വിമർശനങ്ങൾക്കൊന്നും ഇട നൽകാതെ നമ്മുടെ സംസ്ഥാന സർക്കാർ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തു. ഒരുപാട് കുടുംബങ്ങളെ താൽക്കാലിക പുനരധിവസിപ്പിച്ചു. 3 വാർഡുകളിൽ 10, 11, 12 മേപ്പാടി പഞ്ചായത്തിലെ ഈ വാർഡുകളിൽ പെടുന്ന ആളുകൾ, അതിൽ 11ാം വാർഡ് മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം പൂർണ്ണമായും ഒലിച്ചുപോയി. തിരിച്ചുവരവ് സാധ്യമാകാത്ത വിധം ആ നാട് ഓർമ്മയായി. ചൂരൽമല 12ാം വാർഡിന്റെ സ്കൂൾ റോഡ് എന്ന് പറയുന്ന ഭാഗം, ഏറ്റവും കൂടുതൽ ചൂരൽമലയിൽ ആളുകൾ തിങ്ങി പാർത്തിരുന്ന സ്കൂൾ റോഡ് ഭാഗം പൂർണ്ണമായിട്ടും പോയി. അട്ടമല 10ാം വാർഡിന്റെ ചൂരൽമല ടൗണിന് വലതുവശത്ത് കിഴക്കേ വശത്തുള്ള ഒരുപാട് വീടുകളും വ്യക്തികളും ഓർമ്മയായി. താൽക്കാലിക പുനരധിവാസം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ വലിയ വിമർശനത്തിട നൽകാത്ത വിധം ഗവൺമെന്റ് ഭംഗിയായി നിർവഹിച്ചു. സംസ്ഥാന മന്ത്രിമാര്, കേന്ദ്രമന്ത്രിമാര് എല്ലാം ഈ രക്ഷാപ്രവർത്തനത്തിലെല്ലാം മുന്നിട്ടിറങ്ങി. പക്ഷെ പുനരധിവാസം, ഇവരെ പുനരധിവസിപ്പിക്കേണ്ടത് വലിയ സങ്കീർണത നിറഞ്ഞ ഒരു പ്രക്രിയയാണ്. പക്ഷെ ആ പുനരധിവാസം ഒരു ചോദ്യചിഹ്നമായി. ഈ 4 മാസവും ഏതാണ്ട് 10 ദിവസത്തോളം ആയ ഈ ഒരു ദിവസവും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അതിനിടയിൽ കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചില്ല എന്ന് പറഞ്ഞൊരു ഹർത്താൽ നടത്തുകയുണ്ടായി. ഇത് കോടതി വ്യവഹാരങ്ങളിലേക്ക് പോയി. കോടതി നിശിതമായി ഫണ്ടിന്റെ വിനിയോഗത്തെക്കുറിച്ചും അതിന്റെ കണക്ക് രേഖപ്പെടുത്തലിനെ കുറിച്ചും സംസ്ഥാന സർക്കാരിനെ വലിയ തോതിൽ വിമർശിക്കുകയുണ്ടായി. കേന്ദ്ര സർക്കാർ പറയുകയുണ്ടായി, കഴിഞ്ഞ നവംബർ 13 ഡീറ്റെയിൽഡ് മെമ്മോറാണ്ടം സമർപ്പിച്ചത്. പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് എന്നുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള രേഖ, ഡീറ്റെയിൽ മെമ്മോറാണ്ടം സമർപ്പിച്ചത് എന്ന് പറയുകയുണ്ടായി. വിവാദങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഈ ദുരന്ത നിവാരണത്തിനുള്ള ഫണ്ടുകൾ ഇന്ത്യയിൽ ഏതൊക്കെയാണ്, അവ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി PMNDRF, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ആ നിധി ബജറ്റിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നിധിയല്ല. അതിൽ നിന്ന് ബജറ്റ് അലോക്കേഷൻ അതിന് വരാറില്ല. മറിച്ച് വിവിധ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, അവയെല്ലാം പ്രധാനമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക സമർപ്പിക്കാറുണ്ട്. അത് മാരക രോഗങ്ങൾ വരുന്നവർ, അതുപോലെ തന്നെ ആളുകൾക്ക് വിവിധ ദുരന്തങ്ങളിലെ, ഇങ്ങനെ പ്രകൃതിക്ഷോഭ ദുരന്തങ്ങളിലെ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ രക്ഷാപ്രവർത്തനത്തിനും ഒക്കെ അനുവദിക്കുന്നതാണ്. അതുപോലെ തന്നെ NDRF എന്ന് പറയുന്നത് ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം
ഉള്ള ഒരു ഫണ്ടാണ്. അതിലേക്ക് ആ ഫണ്ടാണ് അത് കേന്ദ്രം ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പോലെ തന്നെ മുഖ്യമന്ത്രിക്ക് ഒരു ദുരിതാശ്വാസ നിധി ഉണ്ട്. CMDRF എന്നാണ്, ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട്. അത് മുഖ്യമന്ത്രിയുടെ വിവിധ വ്യക്തികൾ, നമുക്കറിയാം പ്രളയകാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും, പാത്തുമ്മയുടെ ആടിനെ വിറ്റ് കൊടുത്ത പണം, അങ്ങനെ ഇപ്പോൾ നമുക്കറിയാം സാലറി ചലഞ്ചിലൂടെയൊക്കെ മറ്റ് സംസ്ഥാനങ്ങൾ നൽകിയതിലൂടെ അങ്ങനെയുള്ള ഫണ്ട് മുഖ്യമന്ത്രിക്കൊരു ഫണ്ട്. പിന്നെ SDRF ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം വിവിധ സംസ്ഥാനങ്ങൾക്ക് അവരുടെ അർഹതയ്ക്കനുസരിച്ച് SDRF എന്നുള്ള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് അതിലേക്ക് കേന്ദ്ര സർക്കാർ പണം കൊടുക്കാറുണ്ട്. അതിൽ 75% വിവിധ സംസ്ഥാനങ്ങൾക്ക് ഈ SDRFിലേക്കുള്ള ഫണ്ട് 75% കേന്ദ്ര സർക്കാരിന് അടയ്ക്കേണ്ടത്. ഒരു 100 രൂപ ഈ SDRFിൽ ഉണ്ടെങ്കിൽ 75% കേന്ദ്ര സർക്കാരും 25% സംസ്ഥാന സർക്കാരുമാണ്. ഇത് വിവിധ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ അതിന്റെ അനുപാതം 90-10 എന്നായി മാറും. അപ്പോ അതിനുപരിയായിട്ട് തന്നെ 2 റിലീഫ് ഫണ്ടുകൾ കൂടിയുണ്ട്. NDRMF നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് ഫണ്ട്, SDRMF സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ് ഫണ്ട് എന്നുള്ള 2 ഫണ്ടും കൂടിയുണ്ട്. അപ്പോൾ ഈ ചൂരൽമല ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഫണ്ട് എന്താണ് താമസിക്കുന്നത്, കേന്ദ്ര സർക്കാർ എന്താണ് ഫണ്ട് കൊടുക്കാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. അതിനൊരു ഉത്തരം കണ്ടെത്താൻ ഞാൻ ശ്രമിക്കുകയാണ്. SDRFിലേക്ക് നമുക്കറിയാം മുൻപ് ഉണ്ടായിരുന്ന തുകയും പിന്നീട് ഉണ്ടായിരുന്ന തുകയും അടക്കം ഈ ദുരന്ത സമയത്ത്, ദുരന്തം 30-ാം തീയതി ഉരുൾപൊട്ടി, 31-ാം തീയതി 145.66 കോടി രൂപയും, ഒക്ടോബർ 1-ന് അതേ തുക തന്നെ വീണ്ടും അതിലേക്ക് കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുകയുണ്ടായി, കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായി കൊടുക്കുകയുണ്ടായി. അത് പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ 25% വിഹിതവും അടക്കം 782.99 കോടി രൂപ SDRFിൽ ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ഉണ്ടായിരുന്നു. 677 കോടി രൂപ CMDRF മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും ആൾറെഡി നമ്മുടെ സംസ്ഥാനത്തിന്റെ പക്കൽ ഉണ്ടെന്നാണ് കണക്കുകൾ കടലാസിൽ സൂചിപ്പിക്കുന്നത്. പക്ഷെ എന്നിട്ടും നമ്മൾ ഇതുവരെയും ഈ ദുരന്ത പുനരധിവാസത്തിന് 1023 ആളുകളെ പുനരധിവസിപ്പിക്കണം എന്നാണ് ദുരന്ത പുനരധിവാസ സമാലോചനാ യോഗം എന്ന പേരിൽ മുട്ടിൽ വെച്ച് അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന വേണു IAS അവിടുത്തെ ദുരന്ത ബാധിതരോട് പറഞ്ഞ് 1023 ആളുകളെ പുനരധിവസിപ്പിക്കുമെന്നാണ്. മുഖ്യമന്ത്രി 1046 പേരെ എന്ന് നിയമസഭയിലും പറഞ്ഞു. ഇത്രയും ആളുകളെ പുനരധിവസിപ്പിക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്ഥലമേറ്റെടുപ്പാണ്. അതുവരെ തീർന്നിട്ടില്ല. അതിനു മുമ്പ് എന്തുകൊണ്ടാണ് സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ 2 എസ്റ്റേറ്റുകളുടെ ഭൂമി ഏറ്റെടുത്തു? അത് നിയമപ്രശ്നങ്ങളിലേക്ക് പോയി. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട്, അമിത ഫണ്ട്, അതായത് SDRFിൽ നിന്നുള്ള ഫണ്ട്, അത് രക്ഷാപ്രവർത്തനത്തിനും മറ്റ് താൽക്കാലിക, അതിനൊരു പരിമിതി ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ചിലവഴിക്കുന്നതിന്. അതിനുപരിയായി വലിയൊരു തോതിൽ ഇതിലേക്ക് ഫണ്ട് വേണമെങ്കിൽ നമുക്ക് NDRFിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെടണം. NDRFിൽ നിന്ന് ആവശ്യപ്പെടണമെങ്കിൽ അതിന്റെ ചില പ്രൊസീജിയർ ഉണ്ട്. അതിന്റെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നമ്മൾക്കറിയാം, ഈ സംസ്ഥാന സർക്കാരുടെ വാദം ആദ്യം ഞങ്ങൾ മെമ്മോറാണ്ടം സമർപ്പിച്ചു എന്നാണ്. പ്രധാനമന്ത്രി ചൂരൽമലയിൽ വരികയും ആളുകളെ ആശ്വസിപ്പിക്കുകയും ആളുകളെല്ലാം മനം നിറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. പക്ഷെ തിരിച്ചു പോയിട്ടും ഫണ്ട് അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനുശേഷം സംസ്ഥാന സർക്കാർ പറഞ്ഞു, അദ്ദേഹം അന്ന് കൽപ്പറ്റയിൽ വെച്ച് പത്രസമ്മേളനം ഇവരോട് പറഞ്ഞത്, അന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞത്, ഫണ്ടിന്റെ അപര്യാപ്തത മൂലം പുനരധിവാസത്തിന് ഒരിക്കലും ബുദ്ധിമുട്ട് വരില്ല എന്നായിരുന്നു. പക്ഷെ ഫണ്ട് അനുവദിക്കപ്പെട്ടില്ല. അതിനുശേഷം ഇതിനു വേണ്ടി പ്രത്യേക ഫണ്ട് അനുവദിക്കപ്പെട്ടില്ല. അതൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കെ സംസ്ഥാന സർക്കാർ പറഞ്ഞു, ഞങ്ങൾ മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓഗസ്റ്റ് 17-ാം തീയതി ആ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കുകയും 23-ാം തീയതിയാണ് അവർ പറഞ്ഞ് ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെന്ന് കോടതിയിൽ അത് സബ്മിറ്റ് ചെയ്തു.
അപ്പോഴാണ് പുറത്തേക്ക് വരുന്നത് നമ്മുടെ ബെയിലി പാലത്തിന് ചുവട്ടിൽ കല്ല് കെട്ടാൻ 1 കോടി രൂപ, അതുപോലെ തന്നെ ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ, അങ്ങനെ സമൂഹത്തിന് പൊതുജനങ്ങൾക്ക് ദഹിക്കാത്ത രീതിയിലുള്ള കണക്കുകൾ സമർപ്പിച്ചു എന്ന് പറഞ്ഞു. അത് വലിയ വിവാദമായി. അപ്പോ സംസ്ഥാന സർക്കാർ പറഞ്ഞു അത് ഡീറ്റെയിൽ മെമ്മോറാണ്ടം അല്ല, എസ്റ്റിമേഷൻ തുകയാണെന്ന് പറഞ്ഞു. അത് എസ്റ്റിമേഷൻ ഞങ്ങൾ ഇനി വരാവുന്ന ചിലവുകൾ കഴിഞ്ഞുപോയ ചിലവുകൾ പോലും വരാവുന്ന ചിലവുകൾ എന്ന രീതിയിൽ എഴുതിയത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ അത് അംഗീകരിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. വലിയ വിവാദങ്ങൾ ഉണ്ടായി. അതിനുശേഷം കേന്ദ്ര സർക്കാർ ഒരു അഫിഡവിറ്റ് നൽകി. ഹൈക്കോടതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സുവമോട്ടോ ഒരു കേസ് ഉണ്ടായിരുന്നു. സുവമോട്ടോ കേസ് നടക്കുന്നതിൽ ഒരു അഫിഡവിറ്റ് നൽകി. നവംബർ 13-ാം തീയതിയാണ് ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് എന്നുള്ള ഡീറ്റെയിൽഡ് മെമ്മോറാണ്ടം സമർപ്പിക്കപ്പെട്ടത്. അത് പരിശോധിക്കേണ്ടതുണ്ടെന്ന്. ഇപ്പൊ ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് എങ്ങനെയാണ് അത് പരിശോധിക്കപ്പെടുക? IMCT എന്ന് പറയുന്ന ഒരു ടീം, ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം, അത് അവർ പരിശോധിക്കുകയും അത് HLC അവർ പരിശോധിച്ച് HLC കമ്മിറ്റിക്ക് അവർ ഇത് ശുപാർശ ചെയ്യുകയും അവർ അത് ആ പ്രൊജക്റ്റ് ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലം ഏറ്റെടുപ്പ് കഴിഞ്ഞു, അവിടെ ഒരു പ്രൊജക്റ്റ് വരണം, ഒരു DPR വരണം, അങ്ങനെ കൃത്യമായിട്ടുള്ള ഈ നിർമ്മാണം, അവരുടെ പുനരധിവാസം, എന്തൊക്കെയാണ് പുനരധിവാസത്തിന് വേണം, അത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. അത് അവർ പഠിക്കും. അത് പഠിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ ആ ഫണ്ട് അവർ പഠിക്കാനുള്ള ഒരു കാലാവധിയാണ്. നവംബർ 13-ാം തീയതി കഴിഞ്ഞു. പക്ഷെ 6 ദിവസത്തിനകം തന്നെ ഇത് ഫണ്ട് അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയൊരു സമരം നടന്നു, ഹർത്താൽ നടന്നു. നമുക്കറിയാം ഇത്തരം കാര്യങ്ങൾ, ഇത്രയും വലിയൊരു പുനരധിവാസത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെമ്മോറാണ്ടം അത് പഠിക്കുകയും ഈ മിനിസ്റ്റീരിയൽ സമിതിയും ഹൈ ലെവൽ കമ്മിറ്റിയൊക്കെ പഠിക്കണമെങ്കിൽ അതിൻ്റെതായ താമസമുണ്ട്. ആ താമസം 6 ദിവസം കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് നമുക്കറിയാം. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് സമർപ്പിക്കുവാൻ വളരെ വൈകി. പക്ഷെ അതിനെ മറച്ചു വെക്കാൻ ഒരു സമര കോലാഹലമാണ് ഇവർ നടത്തുന്നത്. അത് പക്ഷെ നമ്മളെയൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, SDRF-ൽ നിന്ന് 97 കോടി രൂപ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം ലഭിക്കുന്ന സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന്, സമാശ്വാസ നിധിയിൽ നിന്ന് 97 കോടി രൂപ ഇതുവരെ ചെലവഴിച്ചു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൂടും കുടുക്കയും പൊട്ടിച്ച് വിവിധ സംസ്ഥാനങ്ങളടക്കം വിവിധ വ്യക്തികളടക്കം ആളുകൾ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലേക്ക് മാത്രമായി സമർപ്പിച്ച 675 കോടി രൂപയുണ്ടായിരുന്നു. അതിൽ നിന്ന് 7.5 കോടി രൂപ മാത്രമാണ് ചിലവഴിച്ചത്. നമുക്കറിയാം നമ്മുടെ പുനരധിവസിപ്പിക്കാൻ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലുമുള്ള ആളുകളെ പുനരധിവസിക്കാൻ കേവലം ഒരു 500 കോടിക്കടുത്ത് മതിയാകും. വീടുകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഗവൺമെന്റ് 1023 വീടുകൾ എന്ന് പറഞ്ഞാലും അത് 600-ലേക്ക് ചുരുക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അത് ആളുകളെ കബളിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 7.5 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഈ NDRF-ൽ നിന്ന് കേന്ദ്രത്തിന്റെ അധിക ധനസഹായം കിട്ടാൻ കാത്തു നിൽക്കാതെ പുനരധിവാസം ഊർജിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അതിനുള്ള സാമ്പത്തികം കേരളത്തിന്റെ കയ്യിലിരിക്കെ ഈ സമരാഭാസം നടത്തുന്നത് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കബളിപ്പിക്കാനും അവരെ വഞ്ചിക്കാനുമാണ്. ഇത്തരം സമരങ്ങൾ നടത്താതെ ഈ കയ്യിലുള്ള മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുകയും കേന്ദ്ര ഫണ്ട് വരുമ്പോൾ ഈ കണക്ക് അതിലേക്ക് ചെലവഴിച്ചതായി കാണിക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പുനരധിവാസം ഒരിക്കലും വൈകില്ല. പക്ഷെ മറിച്ച് നമുക്കറിയാം ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് പാട്ടക്കാലാവധി കഴിഞ്ഞു എന്ന് പറയുന്ന ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതിലൂടെ തന്നെ ഒരു ദുഷ്ടലാക്കോട് കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇത് ഏറ്റെടുത്തത് എന്ന് പറയേണ്ടി വരും. കാരണം ഈ കാലാകാലങ്ങളായി നിയമ വ്യവഹാരത്തിൽ കിടക്കുന്ന ഈ ഭൂമി സംസ്ഥാന സർക്കാരുമായിട്ട് നിയമവ്യവഹാരങ്ങൾ കിടക്കുന്ന ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ദുരന്ത നിധി നിയമത്തിലൂടെ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് നിയമപ്രശ്നങ്ങളിലേക്ക് പോകും. ഈ പുനരധിവാസം നീണ്ടുപോകും എന്ന് കൃത്യമായിട്ട് അറിയാം. ഈ പുനരധിവാസം നീണ്ടു പോകേണ്ടത്
കയ്യിലുള്ള ഫണ്ടുകൾ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ SDRF അങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ല, പക്ഷെ CMDRF അങ്ങനെ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കാൻ നമ്മുടെ ഹൈക്കോടതി തന്നെ പറഞ്ഞു, കടലാസിൽ മാത്രമാണോ ഈ പണം ഉള്ളത് എന്ന ഒരു ചോദ്യം കേരള ഗവൺമെന്റിനോട് ചോദിച്ചു. നമ്മൾ ന്യായമായും ആ നാട്ടിലൊരു വ്യക്തി എന്നുള്ള നിലയ്ക്കും കൂടി എനിക്ക് എൻ്റെ ആശങ്ക എന്താണെന്ന് വെച്ചാൽ ഈ പണം ഇവർ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും അതുകൊണ്ടാണോ ഇത്തരം നീണ്ടു പോകേണ്ടുന്ന ഒരു നിയമപ്രശ്നങ്ങളിൽപ്പെട്ട് കുറുക്കഴിയാത്ത നിയമപ്രശ്നങ്ങളിൽപ്പെട്ട് നീണ്ടുപോകുന്ന ഈ ഒരു ഭൂമി പുനരധിവാസത്തിനായി ഏറ്റെടുത്ത് നമ്മളെ വയനാട് ജില്ലയിൽ 1 ഏക്കർ സ്ഥലത്തിന് മൊത്തത്തിൽ ഒരു 10-100 ഏക്കർ എടുക്കുമ്പോൾ ഒരു 20 ലക്ഷം 25 പരമാവധി പോയ 40 ലക്ഷം രൂപയ്ക്ക് അപ്പുറത്ത് ഒരിക്കലും പോവില്ല. ഇപ്പൊ എനിക്കറിയാം സേവാഭാരതിയൊക്കെ വീടുകൾ വെക്കാൻ സ്ഥലം ആൾറെഡി സേവാഭാരതിയെ പോലുള്ള സംഘടനകൾ ഏറ്റെടുത്തു കഴിഞ്ഞു, ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞ ആളുകളെ പുനരധിവസിപ്പിക്കാൻ. അവർക്കൊക്കെ തന്നെ എന്തായാലും ഏകദേശം ഞാൻ ഈ പറഞ്ഞ അത്രയ്ക്കേ വന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു 200 ഏറ്റെടുക്കണമെങ്കിൽ പോലും നമുക്കറിയാം 10 സെന്റ് സ്ഥലം 1000 സ്ക്വയർ ഫീറ്റ് വീടും കൊടുക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് ദുരിതബാധിതർക്ക്. 1000 പേർക്ക് 10 സെന്റ് ഭൂമിയാണെങ്കിൽ 100 ഏക്കറും അനുബന്ധ സംവിധാനങ്ങൾക്കും വഴികൾക്കും സ്കൂളിനും ഒക്കെ കൂടി ഒരു 50 ഏക്കറും 150 ഏക്കർ പോട്ടെ 200 ഏക്കർ എടുത്താൽ പോലും ഒരു കോടി രൂപ 1 ഏക്കറിന് വരെ 40 ലക്ഷം എന്നുള്ളത് പോട്ടെ 1 കോടി രൂപ വരെയാണെങ്കിൽ 200 കോടി രൂപ വരുന്നയോ സ്ഥലം ഏറ്റെടുപ്പിന്. 187 കോടി രൂപയാണ് വീടുകൾ വെച്ചു കൊടുക്കാൻ ഇവര് സംസ്ഥാന സർക്കാർ 1000 വീടുകൾക്ക് കണക്കാക്കിയത്. 387. ബാക്കി ഒരു 100 കോടി രൂപ അഡീഷണൽ മറ്റു കാര്യങ്ങൾക്ക് കൂടി ചെലവഴിക്കുകയാണെങ്കിൽ 500 കോടിയിൽ താഴെ മാത്രം മതി. 675 കോടി രൂപ CMDRFിൽ തന്നെ ഇരിക്കുകയാണ്. കേന്ദ്രം ഫണ്ട് തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരാഭാസവും ഈ പൊറാട്ട് നാടകവും ഇവർ കളിക്കുന്നത്. ഇത് പൊതുജനങ്ങൾ ഇത് കൃത്യമായി മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഒരു അഭ്യസ്തവിദ്യരായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ജനതയാണെന്ന് മലയാളികൾ എന്നുള്ളത് ഈ ഭരണകൂടത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ പ്രതികരണങ്ങളിലൂടെ തയ്യാറാകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.